ബിംബത്തെ താൻ സ്വപ്നം കണ്ട സ്വപ്നം താൻ മറന്നുപോയി. അതിരാവിലെ എഴുന്നേറ്റ് വളരെ വ്യാകുലപ്പെട്ട് തൻ്റെ രാജ്യത്തുള്ള സകല മിടുക്കന്മാരെന്ന് പേര് വിളിക്കപ്പെട്ടവരെല്ലാരെയും വിളിച്ചു. അവർക്കൊന്നും ദർശനം എന്താണെന്നോ അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ, എന്ത് രാജാവിനെ ധരിപ്പിക്കണമെന്ന്, എന്ത് രാജാവിന് പറയണമെന്ന് അറിയാൻ സാധിക്കാതിരിക്കുമ്പോൾ അവസാനം വിളിക്കപ്പെട്ട ഒരാളാണ് ദാനിയേൽ. ഒരു കാര്യം മനസ്സിലാക്കുക, എപ്പോൾ വിളിക്കപ്പെടുന്നു എന്നുള്ളതിലല്ല, നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചിലപ്പോൾ ആദ്യം വിളിച്ചേക്കാം, ചിലപ്പോൾ നമ്മളെയൊക്കെ ഏറ്റവും അവസാനമായിരിക്കാം വിളിക്കുന്നത്. ചിലരെ കണ്ടിട്ടില്ലേ, വീടിന്റെ ഡെഡിക്കേഷനും മറ്റുള്ള മെയിൻ ശുശ്രൂഷകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവസാനമേ നമ്മളെ വിളിക്കത്തുള്ളൂ. അപ്പോ ഈ അവസാനം വിളിച്ച് കയറി ചെന്ന ദാനിയേല് രാജാവിന് മുമ്പിൽ നിൽക്കുമ്പോൾ രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനൊരു സ്വപ്നം കണ്ടു, പക്ഷെ സ്വപ്നം മറന്നുപോയി. അവൻ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാം. എന്നാൽ 2-ാം അധ്യായത്തിൽ വളരെ പ്രശസ്തമായ ഒരു വാക്ക് ദാനിയേൽ പറയുന്നുണ്ട്, സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ബാബേലിൽ ദൈവങ്ങൾക്ക് കുറവില്ല, ബാബിലോണി വിശ്വാസങ്ങളിൽ ദൈവങ്ങൾക്ക് കുറവില്ല. പക്ഷെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാനും വിഷയങ്ങൾക്ക് മറുപടി തരുവാനും കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് ദാനിയേൽ പരിചയപ്പെടുത്തുന്ന ദൈവമായ യഹോവയാണ്. നമുക്ക് ധൈര്യത്തോടെ പറയാം, ദൈവങ്ങൾക്ക് ഒരു കുറവുമില്ല. എല്ലാ ജില്ലകൾക്കും ദൈവമുണ്ട്, എല്ലാ പഞ്ചായത്തുകൾക്കും ദൈവമുണ്ട്, എല്ലാ മുനിസിപ്പാലിറ്റികൾക്കും ദൈവമുണ്ട്. മനുഷ്യ ദൈവങ്ങളുണ്ട്, മനുഷ്യ നിർമ്മിത ദൈവങ്ങളുണ്ട്. പക്ഷെ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന, വിടുവിക്കാൻ കഴിയുന്ന, പ്രാർത്ഥന കേൾക്കാൻ കഴിയുന്ന, തീച്ചുളയിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന, സിംഹത്തിന്റെ വായ അടയ്ക്കാൻ കഴിയുന്ന, രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ കഴിയുന്ന, കണ്ണുനീരൊപ്പാൻ കഴിയുന്ന ഒരു ദൈവമുള്ളൂ. അത് ദൈവമായ യഹോവയായ ദൈവം. സ്തോത്രം. അവനെ സേവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യഹൂദന്മാർക്ക് മാത്രം അവകാശമായിരുന്ന ആ പദവി ജാതികളായിരുന്ന ദൈവം നമുക്കും കൂടെ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ചതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. നമ്മൾ ഒത്തിരി ഭാഗ്യമുള്ളവരാ കേട്ടോ. അപ്പോ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം ഈ ബിംബത്തിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തി. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. എന്നാൽ അതിന് വ്യാഖ്യാനം കേട്ടോ, തല എന്താണ്, തങ്കം കൊണ്ട് നിർമ്മിച്ച രൂപം എന്താണ്, അത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു, അതിനുശേഷം മേദ്യ പേർഷ്യ വരുന്നു, 2 കൈ അടങ്ങുന്ന നെഞ്ച് ഭാഗം വരുന്നു, ആ 2 കൈയെ കാണിക്കുന്നു, മേദ്യ പേർഷ്യ എന്ന 2 രാജ്യങ്ങളെ കാണിക്കുന്നു എന്നും, അതിനുശേഷമുള്ള രാജ്യങ്ങളെ കുറിച്ചും ഗ്രീസിനെ കുറിച്ചും റോമിനെ കുറിച്ചും അവസാനത്തെ 10 രാജാക്കന്മാരുടെ ഭരണത്തെ കുറിച്ചും കൈതൊടാതെ വരുന്ന കല്ലിനെ കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. എന്നാൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 2-ാം അധ്യായത്തിൽ കണ്ട അതേ ബിംബത്തിന്റെ, അതേ ദർശനത്തിന്റെ വേറൊരു തലം നമുക്ക് 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊന്നും നോട്ടിനകത്ത് കാണത്തില്ല കേട്ടോ. ഇതെല്ലാം നോട്ടിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിരിക്കരുത്, ഇങ്ങനെ വിശദീകരിച്ചൊന്നും നോട്ടിനകത്ത് വരത്തില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്ന് നിങ്ങളത് ഓർമ്മയിൽ സൂക്ഷിക്കുക. 7-ാം അധ്യായത്തിൽ കടലിൽ നിന്ന് കയറി വരുന്ന 4 മൃഗങ്ങളെ കുറിച്ചുള്ള ദർശനമുണ്ട്. കടലിൽ നിന്ന് കയറി വരുന്ന 4 മൃഗങ്ങളെ കുറിച്ചുള്ള ദർശനം. ഇതും 2-ാം അധ്യായത്തിൽ ദാനിയേൽ വ്യാഖ്യാനിക്കുന്ന ബിംബവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. മനസ്സിലായോ? 2-ാം അധ്യായത്തിൽ സിംഹത്തിന്റെ തലയെ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ? എന്നാൽ ഇവിടെ 7-ാം അധ്യായത്തിൽ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു രൂപമുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യം തൊട്ട് ദാനിയേൽ വിവരിച്ച് പറഞ്ഞു തന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിൽ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യം. നമ്മൾ 2-ാം അധ്യായത്തിൽ ഒരു സിംഹത്തെ കണ്ടു അല്ലേ? തങ്കം കൊണ്ട് നിർമ്മിച്ചതായ ഒരു സിംഹം.
ഒരു സിംഹരൂപം. അതെന്തിനാണ് കാണിക്കുന്നത്? ബാബേൽ സാമ്രാജ്യത്തെ കാണിച്ചു. എന്തുകൊണ്ടും പ്രശസ്തി ആർജിച്ച ബലമുള്ള രാജാവിനെ പോലെ, ചക്രവർത്തിയെ പോലെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. നമ്മൾ ബാബേൽ പട്ടണത്തെ കുറിച്ച് ഒരിക്കൽ കൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. ഇവിടെ സിംഹം ബാബേലിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. 7-ാം അധ്യായത്തിലെ സിംഹം ബാബേൽ രാജ്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. കീഴടക്കുന്നതിലുള്ള വേഗതയെ കാണിക്കുന്നതിനാണ് കഴുകനുള്ളതുപോലെ ചിറകുകൾ അവനുണ്ടായിരുന്നു എന്ന് പറയുന്നത്. സിംഹത്തോട് സദൃശ്യവും കഴുകൻ ചിറകുള്ളതുമായിരുന്നു ആദ്യം കയറി വരുന്ന ആ ജീവി. അപ്പോ സിംഹത്തെ കാണിക്കുന്നത് ബാബേൽ സാമ്രാജ്യത്തെയും, കഴുകന്റെ ചിറക് കാണിക്കുന്നത് ഈ ബാബേൽ സാമ്രാജ്യത്തിന്റെ വേഗതയാണ്. നോക്കി നിൽക്കുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് ബാബേൽ സാമ്രാജ്യം വളരുകയാണ്. അവർ യുദ്ധം ചെയ്ത് കീഴടക്കുന്നതുണ്ട്, അവരെ ഭയന്ന് കീഴടങ്ങുന്ന രാജാക്കന്മാരും ഉണ്ട്. ഇനി നോക്കി നിൽക്കുമ്പോൾ ഈ കഴുകന്റെ ചിറക് പറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 2 ചിറകുകളും പറഞ്ഞു പോകും. എന്നാൽ പല വ്യാഖ്യാനങ്ങൾ അതിന് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വേദവ്യാഖ്യാനികൾ പറയുന്ന ഒരു വ്യാഖ്യാനം, ഈ അധ്യായത്തില് രാജാവിനൊരു ബുദ്ധിഭ്രമം വരുന്നുണ്ട്. അവന്റെ പ്രൗഢികളെല്ലാം അസ്തമിക്കുന്നുണ്ട്. അവന്റെ കഴിവുകളും വേഗതകളും എല്ലാം അവന് കുറയുന്നുണ്ട്. രാജാവിനൊരു ബുദ്ധിഭ്രമം ബുദ്ധിഭ്രമം ഉണ്ടാകുന്നുണ്ട്. അവൻ മനുഷ്യനായി നിന്നുകൊണ്ട് തന്നെ അവൻ മൃഗമാണെന്ന് കരുതി മൃഗത്തെ പോലെ പുല്ല് തിന്നുകയും മൃഗത്തെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വരുന്ന മണിക്കൂറിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തെ കുറിച്ചാണ് ഈ പറഞ്ഞു പോകുന്ന ചിറകുകൾ സൂചിപ്പിക്കുന്നത്. അവന്റെ പ്രൗഢിയൊക്കെ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എത്ര തലയായി നിന്നാലും, എത്ര പ്രൗഢിയോടെ ഉയർന്നു നിന്നാലും ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ ഇവൻ തകരും. കാരണം അത് ദൈവത്താൽ സ്ഥാപിതമല്ല. ഒത്തിരി യഹൂദന്മാരെ, ഒത്തിരി മനുഷ്യരെ പീഡിപ്പിച്ച ഒരു ഭരണകാലഘട്ടമായിരുന്നു ബാബിലോൺ ഭരണം. അതുമാത്രമല്ല, യഹൂദന്മാരെയും അവരുടെ ആരാധനാ രീതികളെയും അവരുടെ ആരാധനാലയത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ ഒക്കെ വില കുറച്ച് കാണുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങൾക്ക് ദൈവം അത്രത്തോളം സീരിയസ്നെസ് കൊടുക്കുന്നുവെങ്കിൽ അവന്റെ രക്തത്താൽ തളിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച നമുക്ക് എത്രത്തോളം വില സ്വർഗം കൽപ്പിച്ചിട്ടുണ്ടെന്ന് മറന്നു പോകരുത്. വീഞ്ഞ് കുടിക്കാൻ വേണ്ടി എടുത്ത് വീഞ്ഞൊഴിച്ചപ്പോൾ തന്നെ യഹോവയുടെ കരം വെളിപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ രാജ്യം ഇവിടെ അവസാനിച്ചു കുഞ്ഞെ. നീ തൊട്ടിരിക്കുന്നത് ആലയത്തിലെ പാത്രങ്ങളെയാ. അങ്ങനെയെങ്കിൽ അഭിഷേകം പ്രാപിച്ച ദൈവസഭ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ തൊടുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു അപ്പൻ മുകളിലുണ്ടെന്ന് ഉറപ്പോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അല്ലേ? രാജാവ് വിചാരിച്ചെന്താ? കയ്യും കണ്ണും കാലും ജീവനൊന്നും ഇല്ലാത്ത ഒരു സാധാ പാത്രം എന്നാ കരുതിയേ. പക്ഷേ ആലയത്തിലിരുന്ന പാത്രത്തിനകത്ത് വ്യാപരിക്കുന്നൊരു ദൈവാത്മാവിന്റെ വ്യാപാരമുണ്ടായി. അങ്ങനെയെങ്കിൽ ആഭിചാരകന്മാരോ ദർശകന്മാരോ ക്ഷുദ്രങ്ങളോ ദോഷങ്ങളോ നമുക്ക് നേരെ ആരെങ്കിലും ചെയ്യും, നിങ്ങൾ ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന, എഴുതുവാൻ കഴിയുന്ന, രാജാക്കന്മാരെ ഇറക്കച്ചകളെ അഴിക്കാൻ കഴിയുന്ന, സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ഇറക്കാൻ കഴിയുന്ന ഒരു കരം നമുക്ക് വേണ്ടിയുമുണ്ട്. ആ കരത്തിൽ ആശ്രയിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഓക്കെ, പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഭാഗങ്ങൾ പ്രസംഗം. ഓക്കെ, അപ്പോ കടലിൽ നിന്ന് കയറി വരുന്ന, കടലിനെ കുറിച്ച് പറയുന്നത് ജാതീയ രാജ്യങ്ങളെയാണ് ഈ കടൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ജാതീയ രാജ്യങ്ങൾ. അപ്പൊ ജാതീയ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് കയറി വരുന്നത്. നമുക്ക് ദാനിയേൽ വെളിപ്പാട് പുസ്തകം താരതമ്യം പഠിക്കുമ്പോൾ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗങ്ങളെ കുറിച്ച് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ കടൽ എന്ന് പറയുന്നത് ആക്ഷരികമായി നമ്മൾ കൊല്ലത്തോ തിരുവനന്തപുരത്തോ കാണുന്ന കടലില്ലേ,
ജാതികമായ ജാതികളെ അല്ലെങ്കിൽ രാഷ്ട്രങ്ങളെയാണ് ഈ കടൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് കയറി വരുന്ന ഒരു രൂപം, ജാതികളിൽ നിന്ന് പെട്ടെന്ന് കയറി വരുന്ന ബലശാലിയായ കാട്ടിലെ രാജാവിന് തുല്യമായ ബലമുള്ള ഒരു സിംഹത്തിന്റെ തല. അതിനെന്തുണ്ടായിരുന്നു? കഴുകിന്റെ ചിറക് പോലെ 2 ചിറകുണ്ടായിരുന്നു. നോക്കി നിൽക്കുമ്പോ ചിറക് പറഞ്ഞു പോയി. വേദവ്യാഖ്യാനികൾ പറയുന്നു, നെബൂഖദ്നേസറിന് ഇടയ്ക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു. ആ സംഭവിച്ചതിനെയാണ് ഈ 2 ചിറകുകൾ പറഞ്ഞു പോയത് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇനി 7-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, രണ്ടാമത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെയും കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയല് കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവൻ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. കണ്ടോ? 7-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, രണ്ടാമത് കരടിയോട് സദൃശ്യമായ ഒരു രൂപം. അതിന്റെ ഒരു കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു, ഒരൽപ്പം ഉയർത്തിയെ പിടിച്ചേക്കുന്നത്. അതിന്റെ വായിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന 3 വാരിയെല്ലുകൾ കാണും. അതിനോട് പറഞ്ഞു ധാരാളം മാംസം തിന്നുക. കരടി എന്ന മൃഗത്തെ മേദ്യ, പേർഷ്യ എന്നീ രാജ്യങ്ങളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മേദ്യ, പേർഷ്യ. നമ്മള് 2-ാം അധ്യായത്തിൽ കണ്ട ബിംബം ഓർമ്മയുണ്ടല്ലോ, നെഞ്ചും കൈയും അടങ്ങുന്ന ഒരു ഭാഗം. അതിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് കരടിയും ഒറ്റ സ്വഭാവമാണ്. മേദ്യ, പേർഷ്യ, അതിൽ ഒരു കൈ ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം, മേദ്യ, പേർഷ്യ 2 പേരും ഒരുമിച്ചാണ് ഭരണം നടത്തിയിരുന്നെങ്കിലും പേർഷ്യക്കാൾ ഒരു പടി മുൻപിലായിരുന്നു മേദ്യൻ. അവരുടെ ഭരണവും അവരുടെ സംസ്കാരവും ഒരു പടി മുൻപിലാണ്, സൈനിക ശക്തിയും എല്ലാം ഒരല്പം മുൻപിലാണ്. അതുകൊണ്ടാണ് ഒരു കൈ ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. മേദ്യനേക്കാൾ മേദ്യ, പേർഷ്യ സാമ്രാജ്യങ്ങൾ ഒരുമിച്ച് ഭരണം ആരംഭിച്ചു. ഒരു തിരുത്തുണ്ട്, ഞാൻ പറഞ്ഞത് ഒരു തിരുത്തുണ്ട്. മേദ്യ, പേർഷ്യ സാമ്രാജ്യങ്ങൾ ഭരണം ആരംഭിച്ചു, ശക്തമായ ഭരണമാണ് നടത്തിയത്. പക്ഷേ മേദ്യനേക്കാൾ വളരെയധികം ബലം പ്രാപിച്ചത് പാർസികളായിരുന്നു. തിരുത്തുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് ഒരു തിരുത്തുണ്ട്, സോറി, ക്ഷമിക്കണം. അപ്പോ മേദ്യനേക്കാൾ വളരെ ബലം പ്രാപിച്ച് കയറി വന്നത് പാർസികളായിരുന്നു. അത് വായിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന 3 വാരിയലുകൾ സൂചിപ്പിക്കുന്നത് കോരശിന്റെ നേതൃത്വത്തിൽ മേദ്യരും പേർഷ്യരും കവർച്ച ചെയ്ത ബാബിലോണ്യ സാമ്രാജ്യങ്ങളിലെ 3 വിഭാഗങ്ങളാണ്. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം, 2-ാമത്തെ മൃഗത്തിന് കരടിയോട് സാദൃശ്യം. ആ കരടിയെ മേദ്യ, പേർഷ്യയുമായി താരതമ്യം ചെയ്തിരിക്കുന്നു. ഈ കടലിൽ നിന്ന് കയറി വന്നിരിക്കുന്ന കരടിയുടെ ഒരു കൈ ഉയർത്തി വച്ചിരിക്കുന്നു, ഒരു കൈ ഉയർന്നായിരിക്കുന്നത്. അത് അർത്ഥമാക്കുന്നത് മേദ്യനേക്കാൾ പാർസികൾ അല്പം കൂടെ സൈനിക ശക്തിയും ബലവും ധൈര്യവും കരുത്തും ഭരണവും കൂടുതലായിരുന്നു. അതാണ് ഒരു കൈ ഉയർന്നിരിക്കുന്നത്. ഇനി ഈ കരടിയുടെ വായിൽ 3 വാരിയൽ കടിച്ചു പിടിച്ചിരിക്കുന്നു. ഈ 3 വാരിയലിനെ കാണിക്കുന്നത് മേദ്യരും പേർഷ്യരും കൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ 3 ബാബിലോണ്യ താവളങ്ങൾ. 1 കിഴക്കൻ ബാബേൽ, 2 തെക്കുള്ള മിസ്രയീം, 3 ഏഷ്യ മൈനറിലെ ലുദിയൻ രാജ്യം, ഇപ്പോഴത്തെ തുർക്കി. അപ്പൊ വായിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന 3 രാജ്യങ്ങൾ, 3 വാരിയലുകളെ കാണിക്കുന്നത് 3 രാജ്യങ്ങളാണ്. 1 കിഴക്കൻ ബാബിലോൺ, 2 തെക്കുള്ള മിസ്രയീം അല്ലെങ്കിൽ ഈജിപ്റ്റ്, 3 ഏഷ്യ മൈനറിലെ ലുദിയൻ രാജ്യം അല്ലെങ്കിൽ ഇന്നത്തെ തുർക്കി. ഈ 3 രാജ്യങ്ങളെയാണ് അത് കടിച്ചു പിടിച്ചിരിക്കുന്നതായി കാണുന്നത്. ഇനി ഇവനോട് പറഞ്ഞിരിക്കുന്നത് എന്താ? എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക എന്ന, അല്ലെ?
പറയുന്നത് ഇവർ യുദ്ധ കൊതിയന്മാരായിരുന്നു. ജനങ്ങളെ കൊന്നൊടുക്കുന്നതിന് എണ്ണമില്ലായിരുന്നു. മറ്റുള്ള രാജ്യക്കാർ യുദ്ധം ചെയ്യുമ്പോൾ പ്രവാസികളായി കുറച്ചു ജനത്തെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മേദ്യരും പേർഷ്യരും പ്രവാസികളെ കൊണ്ടുപോകാതെ അവരെ കൊന്നു തീർക്കുക എന്നുള്ളതായി സംഹാര താണ്ഡവമാടുക, കുന്നുകൂട്ടുക, മനുഷ്യനെ കൊന്ന് കുന്നുകൂട്ടുക, ഇതായിരുന്നു അവരുടെ ഹോബി. ഓക്കെ, അപ്പൊ ഇതാണ് 7-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്ന കരടി എന്ന മൃഗത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ കാണുന്ന പുള്ളിപ്പുലി, 7-6. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിന് മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. ഓക്കെ, ഈ പുള്ളിപ്പുലിയെ കാണിക്കുന്നത് ഗ്രീസിനെയാണ്. പുള്ളിപ്പുലിയെ കാണിക്കുന്നത് ഗ്രീസിനെ. അതിനുണ്ടായിരുന്ന പക്ഷിയുടെ 4 ചിറക് എന്ന് പറയുന്നത് യവന രാജ്യത്തിന്റെ ത്വരിതഗതിയിലുള്ള വികസനത്തെയാണ് കാണിക്കുന്നത്. ഗ്രീസിന്റെ വേഗത്തിലുള്ള വികസനം. പതിമൂന്ന് വർഷങ്ങൾക്കുള്ളിൽ അലക്സാണ്ടർ ചക്രവർത്തി കിഴക്ക് ഇന്ത്യ വരെ ചെന്ന് യുദ്ധം ചെയ്തു. നമ്മുടെ ഇന്ത്യ വരെ വന്ന് അദ്ദേഹം യുദ്ധം ചെയ്തു നിമിഷ നേരങ്ങൾ കൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 13 വർഷങ്ങൾ കൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ കീഴ്പ്പെടുത്തി വന്ന് ഇന്ത്യയുടെ അതിര് വരെ അലക്സാണ്ടർ ചക്രവർത്തി കയറി വന്നു. ഇതിന് വേഗതയാണ് കാണിക്കുന്നത് പക്ഷിയുടെ ചിറക്. ഭയങ്കര വേഗതയിലായിരുന്നു അവരുടെ വളർച്ച, അവർ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയത്. അതിനുശേഷം നമുക്ക് നല്ലവണ്ണം അറിയാം, ഇന്ത്യയുടെ അതിർത്തിയിൽ വെച്ച് തനിക്കൊരു ജ്വരം പിടിപെടുകയും തനിക്ക് മരണം സംഭവിച്ചതിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള കാര്യം. താൻ വെറും കൈയോടെ യാത്രയായി മരിച്ചു. സകലതും വെട്ടിപ്പിടിച്ചുവെങ്കിലും തനിക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. അനേകർ പറയുന്നത്, ചില എഴുത്താർ എഴുതിയിരിക്കുന്നത് സമുദ്രത്തെ നോക്കി പോലും താൻ വെല്ലുവിളിച്ചു എന്ന്. അല്ലയോ മഹാസമുദ്രമേ, നീ കരയായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെയും യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുമായിരുന്നു. ഇത്രയ്ക്ക് ധൈര്യമുണ്ടായിരുന്ന പ്രതാപശാലിയായ മനുഷ്യൻ അവസാനത്തെ മണിക്കൂറിൽ പറയുന്ന വാക്കുകളുണ്ട്, ഞാൻ വെറും കൈയോടെ വന്നു, വെറും കൈയോടെ പോകുന്നു എന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ അറിയണം. എന്റെ കൈകൾ വെളിയിലേക്ക് ഇട്ടിരിക്കണം, ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നെല്ലാവരും അറിഞ്ഞിരിക്കണം. കണ്ടോ, എല്ലാം വെട്ടിപ്പിടിച്ചുവെങ്കിലും അവസാനം നിസ്സാരക്കാരനായി അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ മാറ്റപ്പെടുന്നതിന് അല്പം മുമ്പ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ 4 സേനാപതികൾക്കായി സാമ്രാജ്യം വിഭജിച്ചു കൊടുത്തതിനെ കുറിച്ചാണ് പുള്ളിപ്പുലിയുടെ 4 തലകൾ കാണിക്കുന്നത്. അപ്പൊ പുള്ളിപ്പുലി എന്തിനാണ് കാണിക്കുന്നത്? ഗ്രീസിനെയാണ്. ഗ്രീസിന്റെ നേതാവ് ആരായിരുന്നു? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭരണത്തിന് വേഗതയാണ്, രാജ്യത്തിന് വേഗതയാണ് അതിന് ചിറകുകൾ കാണിക്കുന്നത്. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അതിന് എത്ര തലയുണ്ടായിരുന്നു? 4 തലയുണ്ടായിരുന്നു. എന്താ 4 തലയെ കാണിക്കുന്നത്? അലക്സാണ്ടർ ചക്രവർത്തിയുടെ അവസാന മണിക്കൂറുകളിൽ തന്റെ സേനാപതികളായിരിക്കുന്ന 4 പേർക്ക് തന്റെ രാജ്യങ്ങളെ വിഭജിച്ചു കൊടുത്തു. അവരെയാണ് ഈ 4 തലകൾ കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മുഖം കണ്ടിട്ട് വലിഞ്ഞു മുറുകുന്ന മുഖങ്ങളൊക്കെയാണ് ഞാൻ കാണുന്നത്. ഒന്നും മുറുകരുത്. സ്തോത്രം. ചിരിച്ച മുഖത്തോടെ വേണം ഇത് കേൾക്കാൻ. ഓക്കെ, ഇനി 7-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ബലമുള്ളതും നശീകരണ സ്വഭാവമുള്ളതുമായ 4-ാമത്തെ മൃഗം, അല്ലെ? രാത്രി ദർശനത്തിന് പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലമുള്ള
മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗത്തെക്കാളും വെച്ച് അത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. ഇത് കാണിക്കുന്നത് റോമൻ ഭരണത്തെയാണ്. മറ്റുള്ള ഭരണങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമുള്ള ഭരണമായിരുന്നു റോമിന്റെ ഭരണം. അത് ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഏതിനെയും തകർക്കാൻ കഴിയുന്ന സ്വഭാവമായിരുന്നു റോമൻ ഭരണം. ഇരുമ്പ് ഭരണമായിരുന്നു. എതിർക്കുന്നവരെ അടിച്ചൊതുക്കുന്ന ഭരണം, എതിർക്കുന്നവരെ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞ് കുരിശിൽ തറയ്ക്കുന്ന ഭരണം, അതികഠിനമായ ഭരണം. ഗ്രീക്ക് സാമ്രാജ്യത്തിന് ശേഷം വരുന്ന റോമൻ ഭരണത്തെയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഗ്രീക്കിന് ശേഷം വരുന്ന റോമൻ ഭരണം ആദ്യം അത് ഇല്ലാതെയാകും. അതിനുശേഷം ഒരു പ്രത്യേക കാലാവധിക്ക് ശേഷം അത് ശക്തി പ്രാപിച്ച് കയറി വരും. അതിന് 10 കൊമ്പുകൾ ഉണ്ടായിരിക്കും. ഇതല്ലേ ദർശനത്തിൽ കണ്ടിരിക്കുന്നത്? 10 കൊമ്പുകൾ എന്ന് പറയുന്നത് 10 രാജാക്കന്മാരാണ്. 10 രാജാക്കന്മാർ ഈ റോമിനെ ഭരിക്കും. നവീകരിച്ച് അവര് അധികം തേജസ്സുള്ള, അധികം ശക്തിയുള്ള റോമൻ ഭരണം അവർ കാഴ്ചവെക്കും. അതാണ് അവസാനത്തെ 10നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, 10 കൊമ്പിനെ കുറിച്ച്. ഇനി വേദപഠിതാക്കൾ പറയുന്നത് ഇങ്ങനെ നവീകരിച്ച് കൊണ്ടുവന്നിട്ട് ഈ 10 ഭരണം ഇങ്ങനെ കൊണ്ടുവന്ന അവസാനം, ഈ ഭരണത്തിന്റെ അവസാനം കൊണ്ടുവന്ന് എതിർ ക്രിസ്തുവിൽ കൊണ്ടുവന്ന് ഇവർ വയ്ക്കും. എതിർ ക്രിസ്തുവിന്റെ വരവ് എവിടെ നിന്നാണ് നമ്മൾക്ക് ഇതുവരെ അറിയത്തില്ല. പല വ്യാഖ്യാനങ്ങളുണ്ട്. തുർക്കിയിൽ നിന്നാണെന്ന് പറയുന്നു, റോമിൽ നിന്നാണെന്ന് പറയുന്നു, ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുന്നു, പിന്നെ അമേരിക്കയിൽ നിന്നാണെന്ന് പറയും. ഇങ്ങനെ പലയിടത്തു നിന്നാണെന്ന് പറയുന്നുണ്ട്. എനിവേ, എവിടുന്നും ആയിക്കൊള്ളട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ ഒറ്റ ആഗ്രഹം എതിർ ക്രിസ്തുവിന്റെ വരവിന് തൊട്ടു മുമ്പ് ദൈവസഭ എടുക്കപ്പെടുമ്പോൾ നമ്മളും പോകണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. സ്തോത്രം പറയാൻ പറ്റുമോ? എതിർ ക്രിസ്തുവിന്റെ ഭരണം തുടങ്ങുന്നതിന് മുൻപ്, അവന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുൻപ്, ക്രിസ്തുവിന്റെ സഭ എടുക്കപ്പെടുന്ന ആ രഹസ്യ കാഹള ശബ്ദത്തിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ആ കൂട്ടത്തിൽ നമ്മളും കാണണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഓട്ടവും അധ്വാനവും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ശബ്ദത്തിന് വേണ്ടിയാണ്. ചിലര് പഠിപ്പിക്കുന്നുണ്ട് സഭ മഹാപീഡനത്തിൽ കൂടെ കടന്നുപോകും, അതൊരു വലിയ സബ്ജക്റ്റാണ്. എന്നാൽ ചിലര് പറയുന്നുണ്ട് ഭൂരിപക്ഷം ദൈവദാസന്മാരും ദൈവമക്കളും പഠിപ്പിക്കുകയും ചെയ്യുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപേ, പീഡ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പേ ക്രിസ്തുവിന്റെ സഭ എടുക്കപ്പെടും എന്നുള്ളതാണ്. ഒരിക്കലും ഒരു മണവാളൻ തന്നെ മണവാട്ടിയെ മറ്റുള്ളവർക്കിട്ട് തട്ടാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ, പിടിക്കുവാൻ ഇട്ടുകൊടുക്കാതെ അവൻ തന്റെ മണവാട്ടിയെ തന്നെ മണവറയ്ക്കകത്ത് ഒളിപ്പിക്കുന്നത് പോലെ മണവാളനാണ് ക്രിസ്തു തന്റെ സഭയെ കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ലോകരാജ്യങ്ങൾ, ഭരണങ്ങൾ ഈ 10ലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവസാനം കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വരുന്നുണ്ട്, അല്ലേ? ക്രിസ്തുവിനെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. ആ കൈ തൊടാതെ വരുന്ന കല്ലിനെ കാണിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ഓക്കെ, വേഗത്തിലൊരു കാര്യം പറയാം. നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം വരുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വിശദമായി പഠിപ്പീര് വരും.
ഇവിടെ ഒരു ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്, ഒരു വേദപണ്ഡിത, ഒരു വേദ വ്യാഖ്യാന കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇനി ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയാൻ പോകുന്നത് പുതിയ ഭരണം വരുന്നതോ പുതിയ രാഷ്ട്രം വരുന്നതോ അല്ല, കുറച്ചുപേരെ ഇവിടുന്ന് കാണാനില്ലതാവും. വേഗത്തിൽ കണ്ണിമയ്ക്കുന്നിടയിൽ ചിലരെ കാണാതെയാവും. അതാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട ജീവിതം, വിശുദ്ധ ജീവിതം നയിക്കുന്ന തന്റെ സഭയെ ചേർക്കേണ്ടതിന് മധ്യാകാശത്തിൽ വരും. ഇവിടെ യഹൂദന്മാർക്ക് ഒരു ആലയം ഇന്നില്ല. യഹൂദന്മാർക്ക് ഇന്നൊരു ആലയമില്ല. എന്നാൽ ഒരു ആലയം പണിയുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കി വച്ചിരിക്കുക. ഇന്ന് അവരുടെ ആലയം നിന്നെടുത്ത് നിൽക്കുന്ന ഡോം ഓഫ് ദ റോക്ക് എന്ന ഒരു മുസ്ലിം ദേവാലയമുണ്ട്. അത് എപ്പോൾ മാറ്റപ്പെട്ട് അവിടെ യഹൂദന്മാർക്ക് ആലയം പണിയുവാൻ എപ്പോൾ സാവകാശം ലഭിക്കുന്നു, ആ സെക്കൻഡുകൾക്കുള്ളിൽ അവർ ആലയം ഇവിടെ ഭൂമിയിൽ പണി ആരംഭിക്കും. ദിവസങ്ങൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ അവർ ആലയത്തിന് പണി പൂർത്തീകരിക്കും. എന്നാൽ ഒരു കാര്യം വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരേ സ്ഥലത്ത് രണ്ട് ആലയം നിലനിൽക്കത്തില്ല. ക്രിസ്തുവിന്റെ മന്ദിരമാകുന്ന നമ്മളും യഹൂദന്മാർ ആലയവും ഒരുമിച്ച് നിൽക്കത്തില്ല. അപ്പോൾ യെരുശലേം ദേവാലയത്തിന് അടിസ്ഥാനമിടുമ്പോൾ ക്രിസ്തുവിന്റെ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. മനസ്സിലായോ? യഹൂദന്മാർക്ക് വേണ്ടി ഇവിടെ ഭൂമിയിൽ യെരുശലേമിൽ എന്ന് അടിസ്ഥാനമിടുന്നു. ഇന്ന് അതിലെ കല്ലുകൾ വരെ റെഡിയാക്കി കഴിഞ്ഞു. ആലയത്തിന് പണി കഴിഞ്ഞാൽ അതിനകത്ത് യാഗം കഴിക്കേണ്ടത് ചുമന്ന പശുക്കിടങ്ങളെ അവർ ഒരുക്കി കഴിഞ്ഞു. അതിനു വേണ്ടുന്ന പുരോഹിതന്മാരെ നിരത്തി കഴിഞ്ഞു. എണ്ണ സംഭരിച്ചു കഴിഞ്ഞു. എല്ലാം അവർ ഒരുക്കി വച്ചിരിക്കുക. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അമേരിക്ക അവർക്കൊരു ക്യാപിറ്റൽ സിറ്റി തുറന്നു കൊടുത്തു. അവിടെ ഒരു എംബസി അവർക്ക് സ്ഥാപിച്ചു കൊടുത്തു. എല്ലാവിധ ക്രമീകരണങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവസഭ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആലയത്തിന് അടിസ്ഥാനമിടുമ്പോൾ ക്രിസ്തു തന്റെ സഭയെ വിളിച്ചു വേർതിരിക്കും. അതിനുശേഷം ഇവിടെ 7 വർഷത്തെ എതിർ ക്രിസ്തുവിന്റെ ഭരണമായിരിക്കും. അവൻ ആദ്യത്തെ 3.5 വർഷം യഹൂദനും സകലർക്കും വളരെ അനുഗ്രഹമായും അനുകൂലമായുള്ള ഭരണമായിരിക്കും. അവർക്ക് ആലയം പണിത് കൊടുക്കും. അവർക്ക് യാഗത്തിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കും. ഈ ആലയം പണിയാൻ കൊടുക്കുമ്പോൾ, ആലയം പണിതു കൊടുക്കുമ്പോൾ, അവർക്ക് വേണ്ടുന്ന സ്ഥലം വേർതിരിച്ചു കൊടുക്കുമ്പോൾ, എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ യഹൂദന്മാർ കരുതും ഇതായിരിക്കും ഞങ്ങൾ കാത്തിരുന്ന മശിഹ എന്ന് പറഞ്ഞുകൊണ്ട് അവർ എതിർ ക്രിസ്തുവിനെ ആദ്യം വന്ദിക്കും. അവനെ സേവിക്കും. അവനെ മശിഹ എന്ന് വിളിക്കും. കാരണം യഹൂദന്മാർ ഇന്നും വിശ്വസിക്കുന്നില്ല യേശു ക്രിസ്തു മശിഹയാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവർ ഇന്നും മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അവർ പറയുന്നത് ആലയം പണിത് തന്ന ഇവനാണ് മശിഹ. ആദ്യത്തെ 3.5 വർഷം യഹൂദന് വളരെ അനുകൂലമായ ഭരണം. എന്നാൽ 3.5 വർഷം കഴിയുമ്പോൾ അവൻ ആലയത്തിൽ അകത്ത് കിടക്കും. ആലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവൻ കയറി നിൽക്കും. അവൻ അവിടെ ബിംബത്തെ സ്ഥാപിക്കും. ആ ബിംബത്തിന് പന്നിച്ചോര കൊണ്ട് യാഗം കഴിക്കാൻ അവൻ പറയും. അത് മാത്രമല്ല, എതിർ ക്രിസ്തുവിന്റെ ബിംബം ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുവാനും അതിനു മുമ്പിൽ യാഗം കഴിക്കുവാനും യഹൂദന്മാരെ പ്രേരിപ്പിക്കും. ആ സമയമാണ് യഹൂദന്മാർ മനസ്സിലാക്കുന്നത് ഇവനായിരുന്നില്ല ഞങ്ങളുടെ മശിഹ എന്ന് അവർ തിരിച്ചറിയുകയും അവസാനത്തെ 3.5 വർഷം മഹാപീഡന കാലത്തിലേക്ക് ലോകം പ്രവേശിക്കുകയും ചെയ്യും. യഹൂദന്മാരെ പീഡിപ്പിക്കും, മൃഗീയമായി പീഡിപ്പിക്കും. ആ മുദ്രയേൽക്കാത്തവർക്ക് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരും. അപ്പോ ഒരു വല്ലാത്ത ഭരണമായിരിക്കും ആ സമയത്ത്. ആ സമയത്ത് ചിലർ രക്ഷിക്കപ്പെടും, ചില യഹൂദന്മാർ രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കപ്പെടുന്ന ഒരു സംഖ്യയാണ് ഏകദേശം 144,000 ആണെന്ന് തോന്നുന്നു. 144,000 പേരെ നമ്മൾ കണ്ടു എന്ന് വെളിപ്പാട് പുസ്തകം വായിക്കുന്നില്ലേ? ഒരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ കുറിച്ച് കാണിക്കുന്നില്ല. ഇതാണ് ഈ യഹൂദന്റെ പീഡന കാലഘട്ടത്തിൽ, അവസാനത്തെ 3.5 വർഷത്തെ പീഡന കാലത്തിൽ രക്ഷിക്കപ്പെടുന്ന രക്തസാക്ഷികളായി തീരുന്ന എതിർ ക്രിസ്തുവിനെ വന്ദിക്കാതെ കൊല്ലപ്പെടുന്ന യഹൂദന്മാരെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, നമുക്ക് വെളിപ്പാടിലേക്ക് ഇപ്പൊ പോകണ്ട. ആ 3.5 വർഷം അവസാനിക്കുമ്പോൾ കിഴക്കുള്ള
ഒലിവ് മലയിൽ ക്രിസ്തു തന്റെ ദൂതന്മാരും ദൈവസഭയോടൊപ്പം വന്നിറങ്ങും. യേശു കർത്താവ് ഒലിവ് മലയിൽ ചവിട്ടും. വചനം പറയുന്നു, കിഴക്ക് പടിഞ്ഞാറായി ആ ഒലിവ് മല രണ്ടായി വിഭജിക്കപ്പെടും. അവിടെ വലിയ ഒരു താഴ്വര ഉണ്ടാകും. ആ താഴ്വര വെച്ച് എതിർ ക്രിസ്തുവിന്റെ സൈന്യവും ക്രിസ്തുവിന്റെ സൈന്യം തമ്മിൽ ഏറ്റുമുട്ടും. യഹോവ തന്റെ വായിലെ ശ്വാസത്താൽ അവനെ കൊന്നൊടുക്കും. അതിനുശേഷം ആ താഴ്വര കടന്ന് കിദ്രോൻ തോട് കടന്ന് നല്ല തെളിനീരുള്ള വെള്ളം ഒഴുകുന്ന, ഐശ്വര്യം നല്ല തണുത്ത വെള്ളം ഒഴുകുന്ന, നല്ല വെള്ളക്കല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന ആ കിദ്രോൻ തോട് കടന്ന് ക്രിസ്തുവും തന്റെ സഭയും യെരുശലേമിലേക്ക് പ്രവേശിക്കും. അന്നാണ് ഇന്ന് നമ്മൾ ചിത്രത്തിൽ കാണുന്ന യെരുശലേം ദേവാലയത്തിന് അടഞ്ഞു കിടക്കുന്ന വാതിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? അന്ന് ആ വാതിൽ തുറക്കപ്പെടും. മഹത്വത്തിന്റെ രാജാവ് അന്ന് യെരുശലേമിനകത്ത് പ്രവേശിക്കപ്പെടും. ആ പട്ടണത്തിനകത്ത് കയറി ദാവീദിന് സിംഹാസനം യെരുശലേമിലിടും. ഇട്ട ശേഷം ഒരു 1000 ആണ്ട് വാഴ്ച അവിടെ നടക്കും. ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച, ഒരു നല്ല സമാധാനപരമായ ഒരു ഭരണമാണ് അവിടെ നടക്കും. ഇതൊക്കെയാണ് ഇനി ഭാവി കാലത്ത് നടക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ അഗാധകൂപത്തിൽ നയിച്ചുവിടും. അവൻ വന്ന് അവന്റെ സൈനിക ശക്തിയോടെ വീണ്ടും ദൈവജനത്തിനെതിരെ ക്രിസ്തുവിനെതിരെ യുദ്ധം ചെയ്യും. അതിനുശേഷം ഒരു അന്ത്യന്യായവിധിയായി ദൈവം സകലത്തെ നശിപ്പിച്ച് പ്രതിഫലം വിഭജിച്ച് സകല മനുഷ്യർക്കും പ്രതിഫലം കൊടുത്ത് വലത്തേക്കും ഇടത്തേക്കും ആടുകളെ വേർതിരിക്കുന്ന പോലെ നിത്യ സന്തോഷത്തിലേക്കും നിത്യ മരണത്തിലേക്കും നാശത്തിലേക്കും ജനത്തെ വിഭജിച്ചാക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഇങ്ങനെ ഒരു വളരെ പ്രത്യാശ നിറഞ്ഞ ചില ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഇനി വരാൻ പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഇന്ന് രാത്രി അല്ല, ഈ നിമിഷം തൊട്ട് നമ്മൾ ഒരുങ്ങി തുടങ്ങണം. അതിനു വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഈ യുക്രൈൻ യുദ്ധമൊക്കെ അതിന് തുടക്കമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകത്തിൽ വായിച്ച, നമ്മുടെ കെ തോമസ് സാറിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, ഈ യുക്രൈൻ യുദ്ധം കഴിഞ്ഞിട്ട് അവർ നേരെ ഇസ്രായേലിലേക്ക് വരും. റഷ്യ ഇസ്രായേലിനെ യുദ്ധം ചെയ്യാൻ വരുന്നത് ചാവുകടലിന്റെ തീരത്തു നിന്നുള്ള അവരുടെ ലവണങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി, കൊണ്ടുപോകാൻ വേണ്ടി, കൊള്ളയടിക്കാൻ വേണ്ടി അവർ ഇറങ്ങി വരും. ആ ഇറങ്ങി വരുമ്പോൾ യഹോവ തന്റെ ശക്തി കൊണ്ട് അവരെ നടുക്കിക്കളയും, തോൽപ്പിച്ചു കളയും എന്നൊക്കെ നമ്മൾ യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോ അതിനുള്ള അടയാളങ്ങളെല്ലാം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ അവസാനത്തെ 10 ഭരണകാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുമ്പോൾ ഇനി അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നേ? വചനം പഠിക്കും നമുക്കറിയാം, കൈ തൊടാതെ ഒരു കല്ല് വരാൻ പോകുന്നു, അല്ലേ? ഈ തല സ്വർണം കൊണ്ടുള്ള തലയടങ്ങുന്ന ഇരുമ്പും ഒക്കെയുള്ള ഈ വലിയ ബിംബത്തിന്റെ ഏറ്റവും അടിയിൽ വന്ന് അടിക്കുന്ന ഒരു കല്ല് വരാൻ സമയമായി. ആ കല്ലാരാണ്? നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവാണ്. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, 7-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം. ഇനി 7-ാം അധ്യായത്തിന്റെ 9 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തു സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തിന്റെ ഭരണത്തെക്കുറിച്ചുമാണ് 7-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. രാത്രി ദർശനത്തിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്ന ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും ലഭിച്ചു, രാജ്യത്വം ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യം എന്ന് പറഞ്ഞിരിക്കുന്ന ആ മനുഷ്യപുത്രനോട് സദൃശനായ ആ മനുഷ്യനെ കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്.
പിതാവാൻ ദൈവത്തെ വയോധികനായ മനുഷ്യനോട് കാണിക്കുകയും മുൻപിൽ നിൽക്കുന്ന സകല ഭരണവും സകല മഹത്വവും സകല വംശങ്ങളും മുട്ടുകുത്തുന്നതുമായ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ കാണിക്കുന്നത് ക്രിസ്തുവിനെയുമാണ്. അപ്പോ ഇതാണ് 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം. കണ്ട മൃഗത്തിന്റെ വ്യാഖ്യാനവും അത് തന്നെയാണ്. ഇനി 4-ാമത്തെ അധ്യായത്തില് ഒരു വൃക്ഷത്തിന്റെ ദർശനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാലാം അധ്യായത്തിലെ ഒരു വൃക്ഷത്തിന്റെ ദർശനം. 4-ാം അധ്യായത്തിലേക്ക് പോകാം. അവിടെ നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിക്കും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും വരുന്നത് നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ആദ്യം തുടങ്ങിയിട്ട് അതിന്റെ താഴോട്ട് വരുമ്പോൾ ഒരു സ്വപ്നത്തെ കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. അതിന് വ്യാഖ്യാനം കൊടുക്കാനും ഭക്തനായിരിക്കുന്ന ദാനിയേലിനെ വിളിക്കുന്നുണ്ട്. ഈ 3-4 അധ്യായങ്ങളിലെ സംഭവങ്ങൾക്കിടയിൽ വളരെ വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസങ്ങൾ കൊണ്ടോ ഒരു മാസങ്ങൾ കൊണ്ടോ നടന്ന കാര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ വായിച്ച് നമ്മൾ വിടുന്നത് പെട്ടെന്ന് പോകുന്നത് പോലെ ഇത് ഒറ്റ അധ്യായത്തിൽ നടന്ന കാര്യങ്ങളല്ല, ഒരു വർഷം നടന്ന കാര്യങ്ങളല്ല. ഇതിനിടയ്ക്ക് വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട്. 43 വർഷത്തെ കണക്കുകളാണ് ഈ 2, 3, 4 അധ്യായങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ്. കണ്ടോ? 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം, ഇങ്ങനെ അധ്യായങ്ങളിടയിൽ ഏകദേശം 43 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഓക്കെ, ഇതിനിടയിൽ താൻ കണ്ട അതിപ്രധാനമായ ഒരു സ്വപ്നമാണ് ഒരു വൃക്ഷത്തിന്റെ സ്വപ്നം. ആ വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്വസ്ഥതയോടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നെബൂഖദ്നേസറിനെയാണ്. സ്വസ്ഥതയോടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നെബൂഖദ്നേസർ. അവിടെ വെച്ച് രാജാവ് ഒരു സ്വപ്നം കണ്ടപ്പോൾ രാജ്യത്തെക്കുറിച്ചും നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദാനിയേൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ 2-ാമത്തെ സ്വപ്നം വിവരിക്കുവാൻ അവൻ അല്പം മടി കാണിച്ചിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. 1-ാമത്തെ സ്വപ്നം നെബൂഖദ്നേസറിനെ ഉയർത്തുന്ന സ്വപ്നമായിരുന്നു, മാനിക്കുന്നത്. കാരണം തല തങ്കം കൊണ്ടുള്ള തങ്കമാണ് എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. എന്നാൽ 2-ാമത്തെ സ്വപ്നം രാജാവിനെ താഴ്ത്തുന്ന സ്വപ്നമാണ്. അത് വ്യാഖ്യാനിക്കാൻ ദാനിയേൽ ഒന്ന് മടിച്ചു നിന്നിട്ടാണ് താൻ പറയുന്നത്. കാരണം താൻ രാജാവിനോട് പറയുമ്പോൾ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും, എങ്ങനെ ഇത് എടുക്കുമെന്നുള്ള ഒരു ടെൻഷൻ ആസ് യൂഷ്വൽ ദാനിയേലിനുണ്ടായി. അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ വളർത്തപ്പെട്ട വൃക്ഷം അത് രാജാവ് അങ്ങ് തന്നെയാണ്. അത്യന്തം വിസ്മയപരമായ അതിന്റെ വളർച്ച രാജാവ് ശക്തിയിലും പ്രതാപത്തിലും ബാബേലിലെ സകല അതിർത്തികളിലും ഈ രാജാവിന്റെ പ്രൗഢി വിളിച്ചറിയിച്ചിരുന്ന ഒരു കാലഘട്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബേൽ സാമ്രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും രാജപ്രൗഢി നിലനിന്നിരുന്നു. എവിടെ ചെന്നിരുന്നാലും നെബൂഖദ്നേസർ രാജാവിന്റെ ഒരു കയ്യൊപ്പുണ്ട്. തൂക്ക് കൊട്ടാരങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒന്നും വികസിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടം. ബാബേൽ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ കോട്ടയ്ക്കകത്തുള്ള സ്ട്രക്ചറുകൾ നമുക്കൊന്നും കൂടെ ചിന്തിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണെങ്കിലും ഒന്നും കൂടി ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കുന്നുണ്ട്. ആ സമചതുരത്തിലുള്ള കെട്ടിടങ്ങളുടെ പണികളായാലും
ആ തെരുവുകളെ വേർതിരിച്ചൊഴുകുന്ന തോടുകളായാലും ആ തോടുകളുടെ അടിയിലോട്ടുള്ള ആ ആകൃതി ആയാലും നമ്മുടെ നാട്ടിലെ തോട് പോലൊന്നും ആയിരുന്നില്ല. നമ്മുടെ നാട്ടിലെ തോടിന്റെ അടിയിൽ എന്താ, പാറയും മണ്ണും കല്ലും ഒക്കെ അല്ലേ. പക്ഷെ അവിടെ തോടുകളുടെ അടിയിലൊക്കെ നീറ്റായിരുന്നു, കല്ല് വിരിച്ചിരിക്കുന്ന ക്ലീനായിരുന്നു. കാരണം രാജ തോടുകളാ, എപ്പോഴും രാജാവ് യാത്ര ചെയ്യുന്ന തോടുകളായി, വളരെ മനോഹരമായി. യുദ്ധ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ തോട്ടിലേക്ക് ചീങ്കണികളെ തുറന്നു വിടും. അങ്ങനെ വളരെ സ്ട്രക്ചറായി എല്ലാ കാര്യവും ചെയ്തിരിക്കുന്ന രാജപ്രൗഢിയുടേതായിരുന്നു ആദ്യത്തെ സ്വപ്നവും രാജാവിന്റെ സ്വഭാവം. പക്ഷേ ഇവിടെ വരുമ്പോൾ ആ പ്രൗഢി കാണിക്കുന്നതാണ് ഭൂമിയിലെങ്ങും വളർന്നു നിൽക്കുന്ന ആ വലിയ വൃക്ഷത്തിന്റെ ദർശനം. ആ വലിയ ദർശനം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അടുത്ത കാര്യങ്ങൾ പറയുന്നത്. വൃക്ഷത്തെ വെട്ടിക്കളയുവാൻ ഉയരത്തിന് ലഭിക്കുന്ന കൽപ്പന. അതിന്റെ അർത്ഥം ഏറെ താമസിയാതെ രാജ്യത്വം തനിക്ക് നഷ്ടപ്പെടും. സിംഹാസനത്തിൽ നിന്നും തിരോധാനം ചെയ്യപ്പെടുന്ന താൻ 7 വർഷത്തേക്ക് കാട്ടുമൃഗങ്ങളെ പോലെ ജീവിക്കേണ്ടി വരുമെന്ന് പറയപ്പെടുന്ന വ്യാഖ്യാനം ഇഷ്ടപ്പെടുവോ? വളരെ പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കയറി ചെന്നിട്ട് നമുക്കൊരു ആലോചന കിട്ടിയിരിക്കുന്നു. അവിടെ ചെന്നിട്ട് പറയണം, ഇവിടെ നിനക്ക് ഭ്രാന്ത് വരാൻ പോവുക, നീ ഈ വീടും കളഞ്ഞു കൊട്ടാരം കളഞ്ഞ് നീ റോഡിലേക്ക് ഇറങ്ങാൻ പോവാന്ന് പറയാൻ ദൂത് കിട്ടിയാൽ വ്യാഖ്യാനം പറഞ്ഞാൽ നമ്മൾ പറയൂ? ഇത് ആശങ്കയോടെ ദാനിയേലും നിന്നു. പറഞ്ഞാൽ ഈ ചിലരുണ്ട്, നിങ്ങളിലല്ല, ചിലരുണ്ട് എന്തെങ്കിലും ദർശനം കണ്ടാല് ഞാൻ പറഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ? ഞാനിനി ദർശനം ഈ ദർശനം അവരോട് പറഞ്ഞ ചിലപ്പോ അവര് മിണ്ടിയില്ലെങ്കിലോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവം നമുക്ക് വ്യാഖ്യാനം തരുന്നത് അവന് വ്യാഖ്യാനിച്ചു കൊടുക്കാനാ. അവൻ കണ്ടിരിക്കുന്ന സ്വപ്നം അവന്റെ മണ്ടയ്ക്ക് ശാപം വരുന്നതാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. മോനെ, നിനക്കൊരു ദോഷം വരാൻ പോകുന്നു, ശാപം വരാൻ പോകുന്നു, നീ സൂക്ഷിക്കണം എന്ന് വ്യാഖ്യാനം കൊടുക്കാൻ കൃപ ലഭിച്ച നമ്മൾ എന്ത് ചെയ്യണം? അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ആ വൃക്ഷത്തെ വെട്ടിക്കളയുവാൻ കൽപ്പന ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത 7 വർഷത്തേക്ക് രാജാവേ നീ എവിടെ പോകാൻ പോകുന്നു? കൊട്ടാരത്തിന് വെളിയിൽ. നീ കാട്ടുമൃഗത്തെ പോലെ ജീവിക്കും. മൃഗമാകുകയല്ല, മൃഗത്തെ പോലെ. മനുഷ്യരൂപമാണ്, പക്ഷേ അവൻ തിന്നുന്നത് നല്ല വൈക്കോല്, പുല്ല്, ഇതാണ് തിന്നുന്നത്. ഒരു പ്രത്യേകതരമായ മനോവിഷമം അല്ലെങ്കിൽ മനോരോഗമാണ് തനിക്ക് സംഭവിച്ചത്, ഒരു മാനസിക വിഭ്രാന്തി. ഈ വ്യാഖ്യാനം കൊടുത്തു. അതിനുശേഷം ദൈവം നിനക്ക് സുബോധം തരും, ഇതെല്ലാം വ്യാഖ്യാനം കൊടുത്തു. പക്ഷേ ഈ വ്യാഖ്യാനം കിട്ടിയിട്ടും രാജാവിന്റെ മനോഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായി. ദർശനം കൊടുത്തു, ദർശനം കണ്ടു, വ്യാഖ്യാനം കൊടുത്തു, പക്ഷേ വ്യാഖ്യാനത്തിന് വലിയ വില കൊടുത്തില്ല. കാരണം എന്തെന്നറിയാമോ? അതുവരെ ഉണ്ടാകാത്ത ഒരു സമാധാനവും ഒരു സന്തോഷവും നെബൂഖദ്നേസറിന് തന്റെ കൊട്ടാരത്തിൽ നിന്ന് കിട്ടി. താൻ സ്വൈര്യമായി വസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം താൻ കൊട്ടാരത്തിന് മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ട് മനോഹരമായിരിക്കുന്ന പൂന്തോട്ടത്തെ നോക്കി, ആ വൃക്ഷങ്ങളെ നോക്കി, കൊട്ടാരങ്ങളെ നോക്കിയിട്ട് താൻ ഇങ്ങനെ നെഗളത്തോടെ ആകാശത്തിലേക്ക് നോക്കി പറഞ്ഞു, ഞാൻ എന്റെ പ്രൗഢിയിൽ പണിത എന്റെ ബാബേൽ നഗരം എന്ന് പറഞ്ഞ് താന് നിഗളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തങ്കം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതായ കൊട്ടാരങ്ങൾ, തന്റെ റാണിമാരെ പാർപ്പിക്കാൻ സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരങ്ങൾ, അത് മാത്രമല്ല അതിന് കൃത്യമായി കൊടുത്തിരിക്കുന്ന മലകളും ആടുന്ന പൂന്തോട്ടങ്ങളും, അവിടെ മഹതിയായി പണിതുയർത്തിയിരിക്കുന്ന മഹതിയാം ബാബിലോൺ, ആരായാലും ഒന്ന് നോക്കി നിന്നു പോകുന്ന മനോഹരമായിരിക്കുന്ന പട്ടണം. യൂഫ്രട്ടീസ് എന്ന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണത്തിന്റെ ഇരു കരകളിലുമായി വിസ്തൃതമായ പൂന്തോട്ടങ്ങൾ, അതിനകത്ത് പുതിയ പുതിയ കെട്ടിടങ്ങൾ,
ദൈവാലയങ്ങൾ, അതിനു ചുറ്റും മതിലുകൾ, അതിലെങ്ങും പാറാവുകാർ, അതിനുമീതെ കുതിരവണ്ടികൾ, ഏതാണ്ട് 130 മൈൽ നീളത്തിൽ ഒരു വൻമതിൽ, ആ പട്ടണത്തിലേക്ക് കയറുവാനും ഇറങ്ങുവാനുള്ള 100 കവാടങ്ങൾ, ഈ കോട്ടയ്ക്ക് മുകളിൽ 6 കുതിരകൾക്ക് ഒരുമിച്ച് ഓടത്തക്ക രീതിയിൽ വീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിരിക്കുന്ന മതിലുകൾ, രാത്രിയിൽ കത്തിച്ചു വച്ചിരിക്കുന്ന പന്തത്തിന്റെ വെളിച്ചത്തിൽ മനോഹരമായി തിളങ്ങി നിൽക്കുന്ന മഹതിയാം ബാബിലോൺ, സുന്ദരിയായിരിക്കുന്ന ബാബിലോൺ, ഏതു മനുഷ്യനും കൊതിച്ചു പോകുന്ന പ്രൗഢിയോടെ നിൽക്കുന്ന ബാബിലോൺ. ഇത് കണ്ടിട്ട് രാജാവ് തന്റെ ഹൃദയത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഹാ, ഞാൻ എന്റെ പ്രൗഢിയിൽ പണിതിരിക്കുന്ന മഹതിയാം ബാബിലോൺ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും രാജാവിന്റെ സുബോധം നഷ്ടപ്പെട്ടു. സുബോധം നഷ്ടപ്പെട്ടിട്ട് അവൻ അടുത്ത 7 വർഷം മൃഗത്തെ പോലെ ജീവിച്ചു. മൃഗത്തെ പോലെ മഞ്ഞുകൊണ്ടു, മൃഗത്തെ പോലെ അവൻ വെളിയിൽ കിടന്നു. അവന്റെ നഖങ്ങൾ വളർന്നിറങ്ങി, അവന്റെ രോമകൂപങ്ങൾ വളർന്നു, വികൃത രൂപമാക്കപ്പെട്ടു. ഒറ്റ കാര്യമേ ഉള്ളൂ, നിഗളം അവന്റെ അകത്ത് വലിയ വിഷമാക്കി തീർത്തു. പ്രിയമുള്ളവരെ, ഒരു 15 മിനിറ്റ് നല്ലോണം പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് നിഗളിക്കല്ലേ? നമ്മൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർ സൗഖ്യമായെന്നുണ്ട് നമ്മൾ നിഗളിക്കല്ലേ? നല്ലവണ്ണം പ്രസംഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിഗളിക്കല്ലേ? നല്ലോണം പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നിഗളിക്കല്ലേ? നിഗളിക്കുന്നവർക്കുള്ള ശിക്ഷ നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞു. ഒരു തരി പോലും നമ്മൾ നിഗളം വീഴരുത്. നല്ല വീടുണ്ടെങ്കിൽ അതിന് സ്തോത്രം ചെയ്യണം. നല്ല പൂന്തോട്ടമുണ്ടെങ്കിൽ അതിന് സ്തോത്രം ചെയ്യണം. നല്ല വാഹനമുണ്ടെങ്കിൽ, നല്ല വസ്ത്രമുണ്ടെങ്കിൽ, നല്ല കഴിവുകളുണ്ടെങ്കിൽ, അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. കർത്താവേ, നീ തന്നതല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല. നിഗളത്തിന്റെ വാക്കുകൾ വീഴരുത്. നിഗളിച്ചവരെല്ലാം വീണ ഒരു ഓട്ടക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രിയരെ, ഒത്തിരി വേദനയോടെ ഞാൻ ഇന്ന് ക്ലാസ്സിൽ നിൽക്കുന്നത്. നല്ലവണ്ണം ഓടിത്തുടങ്ങിയവർ, നല്ല വിശ്വാസ ജീവിതം തുടങ്ങിയവർ, പക്ഷെ ഇന്ന് അവർ ഓട്ടത്തിന് താളം മാറിപ്പോയി, നിഗളത്തിന്റെ വാക്കുകളായിപ്പോയി, വല്ലാത്ത സ്വഭാവത്തിലേക്ക് മാറിപ്പോയി, തകർച്ചയിലേക്ക് തുടങ്ങിപ്പോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യണം? വളരെ സൂക്ഷിച്ച് മുൻപോട്ട് പോകണം. 4:34 മുതൽ 35 വരെ, 4:34-35. ആ കാലം കഴിഞ്ഞ് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറ തലമുറയുമായുള്ളതല്ലോ. ഇതാരാ പറയുന്നേ? നെബൂഖദ്നേസർ. അവൻ എപ്പോഴാ മേലോട്ട് നോക്കിയേ? 7 വർഷത്തെ മൃഗതുല്യമായ ജീവിതത്തിന് ശേഷം സുബോധം വന്ന് അവൻ മുകളിലേക്ക് നോക്കി. ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം എന്നറിയാമോ? എപ്പോഴൊക്കെ അപ്പ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ടോ, അതിനൊക്കെ കൃത്യമായ മറുപടി കിട്ടിയിട്ടുണ്ട്. പല പ്രതിസന്ധികൾ ഘട്ടം വരുമ്പോഴേ, സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടൊക്കെ പല ഭാരങ്ങൾ നേരിടുമ്പോൾ എന്റെ കർത്താവേ എന്ന് പറഞ്ഞ് എപ്പോഴൊക്കെ നമ്മുടെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു തുള്ളി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്, അതിനൊക്കെ കൃത്യമായ മറുപടി ദൈവം തന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഉയർത്തിടും ഞാൻ എന്റെ കണ്ണ് സ്വർഗ പർവ്വതത്തിന് മുകളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. ഓക്കെ, ഇവിടെ അവസാനം തനിക്ക് ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകുകയും തനിക്ക് സുബോധം തിരികെ വരികയും ചെയ്യുന്നതായി കാണാൻ കഴിയുന്നു. അതിനുശേഷം താൻ കൊട്ടാരത്തിലേക്ക് വരികയും ആ വൃക്ഷത്തിന്റെ വേരുകൾ പൊട്ടിമുളയ്ക്കുന്നത് പോലെ അടുത്ത
വളർച്ച തനിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതിനുശേഷം അടുത്ത ദർശനത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. ഇനി ഒരു കാര്യം കൂടെ ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവിടെ നിർത്താം. ഒരിക്കൽ ബാബേൽ നഗരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒന്നും കൂടെ അതൊന്ന് ആവർത്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ശ്രദ്ധിക്കണേ, ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവനും നോഹയുടെ കൊച്ചുമകനുമായ നിമ്രോദാണ് ബാബിലോൺ സ്ഥാപിച്ചത്. ഒന്നും കൂടെ പറയാം, ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന നോഹയുടെ കൊച്ചുമകനായ നിമ്രോദാണ് ബാബിലോൺ എന്ന പട്ടണം സ്ഥാപിച്ചത്. നിമ്രോദ് ഹാമിന്റെ സന്തതിയിൽപ്പെട്ടവന്. ഹാമിൻ ഈ ശേമിന്റെ സന്തതിയായ അശൂരാണ് നിനവെ സ്ഥാപിച്ചത്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലുണ്ട്, 11-ാമത്തെ വാക്യത്തിൽ നമുക്കുണ്ട്. അശൂരിന്റെ തലസ്ഥാനമായി അവര് നിനവയെ തിരഞ്ഞെടുത്തു. ഏതാണ്ട് BC 1270 അശൂർ രാജാക്കന്മാർ ബാബിലോൺ എന്ന കൽദേറമേൽ ആധിപത്യം സ്ഥാപിക്കുകയും ബാബിലോൺ തലസ്ഥാനമാവുകയും ചെയ്തു. ഏകദേശം BC 1270 ആണ്ടിൽ അശൂർ രാജാക്കന്മാർ ബാബിലോൺ എന്ന കൽദേറമേൽ ആധിപത്യം സ്ഥാപിക്കുകയും ബാബിലോൺ തലസ്ഥാനമായി തീരുകയും ചെയ്തു. ഏകദേശം BC 747 നബോനാസർ ബാബിലോണിൽ സ്ഥിര രാജാവായി സ്ഥാനാരോഹിക്കപ്പെട്ടു. ഏകദേശം BC 690 സെൻഹരീബ് ബാബേലിനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി അശൂർ രാജ്യത്തോട് ചേർത്തു. ഏകദേശം BC 690 സെൻഹരീബ് ബാബേലിനെ തോൽപ്പിച്ച് അശൂരിനോട് ചേർത്തു. ഏകദേശം BC 625 നെബൂഖദ്നേസർ എന്ന ബാബിലോണിലെ ഒരു ഗവർണർ തന്റെ ഭരണം ബാബിലോണിൽ സ്ഥാപിക്കുകയും പ്രസിദ്ധനായ നെബൂഖദ്നേസർ എന്ന വലിയ രാജാവ് ഏകദേശം BC 625 മുതൽ 605 വരെ ഭരണം ആരംഭിക്കുവാനിടയായി. നെബൂഖദ്നേസറിന് ശേഷം ഈ നെബൂഖദ്നേസറാണ് പ്രാചീന കാലത്തെ ഏറ്റവും മനോഹരമായ പട്ടണമായി ബാബേൽ പട്ടണത്തെ മാറ്റുന്നത്. ഏകദേശം BC 605 ശേഷം നെബൂഖദ്നേസറാണ് ഈ പട്ടണത്തെ ഏറ്റവും മനോഹരമായി മാറ്റുന്നത്. ഒരു വശം 15 മൈൽ അളവുള്ള ചതുരമായിട്ടാണ് ബാബിലോൺ നഗരം പണിതിരിക്കുന്നത്. 15 മൈൽ അളവുള്ള ഒരു വശം 15 മൈൽ അളവുള്ള ചതുരമായിട്ടാണ് ബാബിലോൺ നഗരം പണിതിരിക്കുന്നത്. അതിന് ചുറ്റളവ് ഏകദേശം 60 മൈൽ വരും. 60 മൈൽ ചുറ്റളവ്. 87 അടി വീതിയുള്ളതും
ചുടുകട്ടയാൽ നിർമ്മിച്ചതുമായ ഒരു മതിൽക്കെട്ട് ഇതിന് ചുറ്റുമുണ്ട്. 87 അടി വീതിയുള്ളതും ചുടുകട്ടയാൽ നിർമ്മിച്ചതുമായ ഒരു മതിൽക്കെട്ട് ഇതിന് ചുറ്റിലുമുണ്ട്. ഇതിന് 350 അടി ഉയരമുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 350 അടി ഉയരമുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ മതിലിന് മുകളിൽ 250 ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. 87 അടി വീതിയുള്ള 350 അടി ഉയരമുള്ള ഈ കോട്ടയ്ക്ക് മുകളിൽ 250 ഗോപുരങ്ങളുണ്ട്. ഒരേ സമയത്ത് 6 രഥങ്ങൾ ഓടിക്കാൻ ആവശ്യമുള്ള വീതി ഈ കോട്ടയുടെ മുകളിലുണ്ടായി. ഒരേ സമയം 6 രഥങ്ങൾ ഓടിക്കത്തക്ക വീതി ഈ കോട്ടയുടെ മുകളിൽ ഉണ്ടായി. ഈ കോട്ടയ്ക്ക് വെളിയിലായി നഗരത്തിന് ചുറ്റും യൂഫ്രട്ടീസ് നദിയിൽ നിന്നുള്ള വെള്ളം നിറച്ചിട്ടുള്ള വിശാലമായ കിടങ്ങ് നിർമ്മിച്ചിരുന്നു. ഈ കോട്ടയ്ക്ക് വെളിയിൽ യൂഫ്രട്ടീസ് നദിയിൽ നിന്നുള്ള വെള്ളം നിറച്ചിട്ടുള്ള വിശാലമായ കിടങ്ങ് നിർമ്മിച്ചിരുന്നു. ഓരോ ഗേറ്റിന് മുൻപിലും നീക്കാവുന്ന പാലങ്ങൾ നിർമ്മിച്ചിരുന്നു. ഏതാ? ഈ കിടങ്ങൾക്ക് മുകളിലൂടെ നീക്കാവുന്ന പാലങ്ങൾ നിർമ്മിച്ചിരുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ അല്പം മാത്രം അകലത്തിൽ അല്പം വീതി കുറഞ്ഞതും പൊക്കം കുറഞ്ഞതുമായ മറ്റൊരു മതിൽ നഗരത്തെ ചുറ്റിയിരുന്നു. ഈ കോട്ടവാതിൽ കടന്നു കയറി ചെല്ലുമ്പോ അല്പം വീതി കുറഞ്ഞ അല്പം ഉയരം കുറഞ്ഞ വേറൊരു മതിൽ ആ നഗരത്തെ ചുറ്റിയിരുന്നു. തെക്കു വടക്കായി 150 അടി വീതിയുള്ള വിശാല സുന്ദരമായ 25 പ്രധാന റോഡുകൾ ഇതിനകത്തുണ്ടായിരുന്നു. തെക്ക് വടക്കായി 150 അടി വീതിയുള്ള വിശാല സുന്ദരമായ 25 പ്രധാന റോഡുകൾ ഉണ്ടായിരുന്നു. ഇത്രയും റോഡുകൾ കിഴക്ക് പടിഞ്ഞാറായും ഈ റോഡുകളെ സമകോണുകളായി മുറിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. തലങ്ങും വിലങ്ങും ഈ റോഡുകൾ എങ്ങനെ നോക്കിയാലും സമചതുരമായിരിക്കും ഇതിന് നടുക്കുള്ള പട്ടണം. ഓരോ ഗ്യാപ്പ് ഇടവഴികളിലൂടെ പോകുമ്പോഴും അതിനിടയ്ക്കുള്ള കെട്ടിടങ്ങളും തോട്ടങ്ങളെല്ലാം സമചതുരമായിരുന്നു. അത്രയ്ക്ക് കൃത്യമായിട്ടാണ് നിർമ്മിച്ചിരുന്നത്. അങ്ങനെ 676 ചതുരശ്ര അടിയായി തീർത്ത ഈ നഗരത്തിന്റെ ഓരോ ഭാഗത്തിന്റെയും ഓരോ വശത്തെ ദൈർഘ്യം 5ൽ 3 മൈലായിരുന്നു. നഗരത്തിന്റെ ഓരോ ഭാഗത്തിന്റെയും ഓരോ വശത്തിന്റെ ദൈർഘ്യം 5ൽ 3 മൈലായിരുന്നു. മതിലിനുള്ളിലായി ചുറ്റും ഒരു വലിയ റോഡ് ഉണ്ടായിരുന്നു. മതിലിനോട് ചേർന്ന് വിശാലമായ റോഡുണ്ടായിരുന്നു. എല്ലാ റോഡുകളും ചെന്ന് ചേരുന്നത് മതിലിനോട് ചേർന്ന് കിടക്കുന്ന ഈ വലിയ റോഡിലായിരുന്നു. എല്ലാ റോഡുകളും ഇടറോഡുകളും ചെന്ന് ചേരുന്നത് മതിലിനോട് ചേർന്ന് കിടക്കുന്ന ഈ റോഡിലായിരുന്നു. എല്ലാ റോഡുകളും അവസാനിക്കുന്ന ഭാഗത്ത് 2 പാളികളുള്ളതും
മനോഹരങ്ങളുമായ താമ്ര കതകുകളുള്ള ഗേറ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാ റോഡുകളും അവസാനിക്കുന്നിടത്ത് 2 പാളിയായി തുറക്കാൻ കഴിയുന്ന താമ്ര നിർമ്മിതമായ വലിയ ഗേറ്റുകൾ ഉണ്ടായിരുന്നു. ഈ വാതിൽ താമ്രം കൊണ്ട് നിർമ്മിച്ച നമ്മൾ എഴുതിയല്ലോ. ഈ വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ പ്രഭാത സൂര്യന്റെയും അസ്തമന സൂര്യന്റെയും വെളിച്ചം അടിച്ച് വെട്ടിത്തിളങ്ങിയിരുന്നു. കാരണം ഒരേ സമയമാണ് ഈ വാതിലെല്ലാം അടയ്ക്കുന്നത്, ഒരേ സമയമാണ് വാതിലെല്ലാം തുറക്കുന്നത്. ഇങ്ങനെ ഒരുമിച്ച് തുറക്കുകയും ഒരുമിച്ച് അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ താമ്രപ്പാളികളിൽ അടിക്കുന്ന സൂര്യന്റെ പ്രകാശം അത് പ്രതിബിംബം ചെയ്ത് വളരെ വലിയ പ്രകാശം അവിടെ ഉണ്ടായിരുന്നു. നഗരത്തിന് ഉള്ളിൽ കൂടെ കോണോട് കോണായി യൂഫ്രട്ടീസ് നദി ഒഴുകിയിരുന്നു. നഗരത്തിനുള്ളിൽ കോണോട് കോണായി യൂഫ്രട്ടീസ് നദി ഒഴുകിയിരുന്നു. ഇതിന്റെ തീരങ്ങളിൽ നല്ല മതിൽ കെട്ടിയിട്ട് പ്രധാന റോഡുകളിൽ മനോഹരമായ താമ്ര ഗേറ്റുകൾ സ്ഥാപിച്ചു. ഈ നദിയുടെ തീരത്ത് മനോഹരമായ മതിൽ കെട്ടിയിട്ട് അതിന് മനോഹരമായ താമ്ര ഗേറ്റുകൾ സ്ഥാപിച്ചു. ഈ നദീതീരത്തുള്ള മതിൽക്കെട്ടുകളിലൂടെയും അതിനകത്തും പുറത്തുമായി കച്ചവട ആവശ്യത്തിനുള്ള കയറ്റുമതി ഇറക്കുമതി നടത്തുവാനുള്ള മനോഹരമായ തളങ്ങൾ അവര് നിർമ്മിച്ചിരുന്നു. ഈ നദീതീരത്ത് കച്ചവടത്തിന് ആവശ്യമായ തളങ്ങൾ, കയറ്റുമതി ഇറക്കുമതി ചെയ്യാനുള്ള സ്ഥലങ്ങൾ അവര് നിർമ്മിച്ചിരുന്നു. ഈ നടുക്കൂടെ ഒഴുകുന്ന നദിയുടെ ഇരുകരയിലും ആ റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ബോട്ടുകൾ നിരന്തരം ഓടിക്കൊണ്ടിരുന്നു. അങ്ങേക്കരയും ഇങ്ങേക്കരയും തമ്മിൽ ബന്ധിക്കാൻ വേണ്ടി എപ്പോഴും ബോട്ടുകൾ ഒഴുകിക്കൊണ്ടിരുന്നു. ഓരോ പ്രധാന റോഡിന്റെയും മധ്യത്തിൽ നദിക്ക് കുറുകെ പാലം പണിത് അതിന്റെ ഇരുവശങ്ങളിലും വളരെ മനോഹരമായ പൂന്തോട്ടങ്ങൾ താൻ നിർമ്മിച്ചു. ഓരോ പ്രധാന റോഡിന്റെയും മധ്യത്തിൽ നദിക്ക് കുറുകെ മോടിയുള്ള പാലങ്ങൾ പണിത് അതിന് ഇരുവശങ്ങളിലുമായി മനോഹരമായ പൂന്തോട്ടങ്ങൾ താൻ നിർമ്മിച്ചു. ഇതിന്റെ പല ഭാഗങ്ങളിലും വലിയ താമ്ര നിർമ്മിതങ്ങളായ വിരുന്നശാലകൾ ഉണ്ടായി. ഇതിന്റെ പല ഭാഗങ്ങളിലും വലിയ താമ്ര നിർമ്മിതങ്ങളായ വിരുന്നശാലകൾ ഉണ്ടായിരുന്നു. ഈ കൊട്ടാരങ്ങളിൽ ഒന്നിന്റെ സമീപം 75 അടി ഉയരമുള്ള 8 ഗോപുരങ്ങൾ പണിതിരുന്നു. ഓരോ കൊട്ടാരത്തിന് ചുറ്റും അല്ലെങ്കിൽ ഓരോ കൊട്ടാരത്തിനടുത്തും 75 അടി ഉയരമുള്ള 8 ഗോപുരങ്ങൾ പണിതിരുന്നു. ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് അവരുപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അകത്ത് ഒരു സ്വർണ്ണ ബിംബം വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന 45 അടി ഉയരമുള്ള ഒരു സ്വർണ്ണ ബിംബത്തിന് $1,75,00,000 വിലയാണ് കണക്കാക്കിയിരുന്നത്. അതിനകത്തിരുന്ന ഒരു ബിംബത്തിന്റെ, ഒരു സ്വർണ്ണ ബിംബത്തിന്റെ വില $1,75,00,000 വിലയാണ് കണക്കാക്കിയിരുന്നത്.
അതിനുള്ളിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ വില $200 കോടി വില വധിച്ചിരുന്നു. ഏതാ? ഈ കൊട്ടാരത്തിനകത്തും ഈ ആരാധനാലയത്തിനകത്തുമുള്ള ഉപകരണങ്ങളുടെ വില $200 കോടി ആയി. ലോകാത്ഭുതങ്ങളായി കണക്കാക്കിയിരുന്ന ഒരു തൂക്കുവനം അവിടെ ഉണ്ടായിരുന്നു. തൂക്കുവനം ഇത് 400 അടി ചതുരത്തിൽ ഒരു തട്ടിന് മീതെ മറ്റൊന്ന് എന്ന കണക്കിൽ 350 അടി ഉയരമുള്ളതായിരുന്നു. ഇത് 400 അടി ചതുരത്തിൽ ഒരു തട്ടിന് മീതെ മറ്റൊന്ന് എന്ന കണക്കിൽ 350 അടി ഉയരമുള്ളതായിരുന്നു. പത്തടി വീതിയുള്ള ഗോവേണിപ്പടിയിൽ കൂടെയാണ് ഈ ഓരോ തട്ടിലും കയറി ചെല്ലുന്നത്. 10 അടി വീതിയുള്ള ഗോവേണിയിൽ കൂടെയാണ് കരിങ്കൽ പാളി വിരിച്ചിരിക്കുന്ന ഈ തട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നു. ആ കട്ടിയുള്ള ആ തട്ടിന് മുകളിൽ ചോർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന് ലോഹത്തകിടുകൾ വിരിച്ചിരുന്നു. അതിനു മുകളിൽ മണ്ണ് വിതറിയും മരങ്ങൾ വെച്ചും പിടിപ്പിച്ചു. ദൂരെ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് പർവ്വതത്തിൽ വളർന്നു നിൽക്കുന്ന മരങ്ങളും പൂന്തോട്ടങ്ങളും എന്ന് മാത്രമേ തോന്നുകയുള്ളൂ. എന്നാൽ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് നിന്ന് നോക്കിയാൽ ഈ തൂക്കുവനത്തിന്റെ പ്രൗഢി മുഴുവനായി കാണാൻ സാധിക്കും. നെബൂഖദ്നേസർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയായി. ഇതിലുപരിയായി 10 ലക്ഷത്തിലേറെ വരുന്ന നഗരവാസികൾക്ക് കൃഷി ചെയ്യുവാനുള്ള സ്ഥലം കൂടി രാജാവ് വേർതിരിച്ചിരുന്നു. 10 ലക്ഷത്തിലധികം വരുന്ന നിവാസികൾക്ക് കൃഷി ചെയ്യുവാനുള്ള സ്ഥലം കൂടെ അതിനകത്തുണ്ടായിരുന്നു. നെബൂഖദ്നേസറിന് മുൻപും നെബൂഖദ്നേസറിന് ശേഷവും ഇത്ര മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഒരു പട്ടണം നമുക്ക് കാണാൻ കഴിയുകയില്ല. മനസ്സിലായോ? ഇതാണ് ബാബേൽ പട്ടണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വലിയ കോട്ടകൾ, ആ കോട്ടകൾക്ക് മുൻപിൽ വലിയ കിടങ്ങുകൾ, യൂഫ്രട്ടീസ് നദിയിലെയും ടൈഗ്രിസ് നദിയിലെയും വെള്ളം അതിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നു. ആ കിടങ്ങിന് മുകളിൽ കൂടെ വലിയ നീക്കുന്ന പാലങ്ങൾ, ആ പാലം കയറി ചെല്ലുന്നത് കോട്ടയുടെ മുൻപിലുള്ള താമ്ര ഗേറ്റിന് മുൻപിൽ. ആ താമ്ര ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ, ഇടുക്കമുള്ള ഒരു വഴിയിൽ കൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പൊക്കം കുറഞ്ഞത് വീതി കുറഞ്ഞമായ അടുത്ത ഒരു മതിൽ, അതിനപ്പുറത്ത് സമചതുരത്തിൽ പണിതിരിക്കുന്ന
പട്ടണങ്ങൾ, ഇതിനെല്ലാം വിഭജിച്ചുകൊണ്ട് ഓരോ പട്ടണത്തിന്റെ നടുവിൽ കൂടെ ഒഴുകുന്ന തോടുകൾ, അതിന് വിപരീതമായി പട്ടണത്തിൽ നെടുകയും കുറുകയും സമചതുരത്തിൽ ഓടുന്ന റോഡുകൾ, വിശാലമായ റോഡുകൾ. ആ റോഡുകളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് കോട്ടയോട് ചേർന്ന് പണിതിരിക്കുന്ന വിശാലമായ രാജവീതിയിൽ. ഓരോ റോഡ് അവസാനിക്കുന്നിടത്തും താമ്രം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, താമ്രപ്പാളികൾ അടിച്ചിരിക്കുന്ന വലിയ കോട്ടവാതിലുകൾ. ഈ കോട്ടയുടെ മുകളിൽ അനേകം ഗോപുരങ്ങൾ, 24 മണിക്കൂറും കാവൽ കാത്തുകൊണ്ട് നിൽക്കുന്ന പടയാളികൾ. ഇതിനൊക്കെ നടുക്ക് രാജാവിന്റെ പ്രൗഢിയിൽ നിർമ്മിച്ചിരിക്കുന്ന തൂക്കുവനം, തോട്ടങ്ങൾ, പൂന്തോട്ടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, പ്രൗഢിയിൽ പണിതിരിക്കുന്ന രാജാവിന്റെ ആരാധന ഗോപുരങ്ങൾ, അതിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണബിംബം, അതിൽ വച്ചിരിക്കുന്ന വിലമതിക്കാനാകാത്ത ആഭരണങ്ങളും വസ്തുക്കളും. അതോടൊപ്പം തന്നെ ഭൂമിക്കടിയിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുകളിൽ കണ്ടിരിക്കുന്ന ഈ കൊട്ടാരത്തിന് തുല്യമായ പ്രൗഢിയോടെ മണ്ണിനടിയിൽ കൊട്ടാരങ്ങൾ താൻ പണിതിരുന്നു. അതിനകത്താണ് സ്വർണവും മറ്റു സാധനങ്ങളും താൻ സൂക്ഷിച്ചു വച്ചിരുന്നത്. അപ്പൊ മനസ്സിലായോ? ബാബേൽ രാജ്യത്തിന്റെ പ്രൗഢി നമ്മൾക്ക് മനസ്സിലായോ? ഇത്രയ്ക്ക് സുരക്ഷിതമായ, ഇത്രയ്ക്ക് പ്രൗഢിയുള്ള ഒരു രാജാവിനെ നോക്കിയിട്ടാണ് ദൈവം പറഞ്ഞത്, നീ കാളയെ പോലെ പുല്ല് തിന്നും, ഒറ്റ കാരണത്താൽ നിഗളിച്ചു. കണ്ടോ, നിസാരണക്കാരനൊന്നും ആയിരുന്നില്ല. അവിടെയാണ് ഇത്രയ്ക്ക് ബന്ധവസായ, ഇത്രയ്ക്ക് ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള, ഇത്രയ്ക്ക് മനോഹരമായ അവസരങ്ങളുള്ള, അവിടെയാണ്